രാവിലെ എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത് ബാഗിൽ കണ്ടില്ലേ, തൊട്ട താഴെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ, നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് റൂം എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. നേരെ അവിടെ നിന്ന് റെഡി ആവുക, താഴെ വരെ നമുക്ക് ഭക്ഷണം കഴിക്കാം. കണ്ടില്ലേ, നല്ല സുഖം. അപ്പോൾ റെഡിയായി, എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയില്ല, ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം വേണം എനിക്ക് യാത്ര തുടങ്ങാൻ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടില്ല, റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യണം. റിസപ്ഷനിലൂടെ വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുന്ന് നല്ല റെഡി ആവാം, എന്നിട്ട് പോവാം അല്ലേ. അവിടെ ഗൾഫ് സാധനങ്ങളും എത്ര കാണാൻ വെറുതെ കാണാൻ പോയി മേടിച്ചത്. നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണേ. അരമണിക്കൂറോളം യാത്ര ഉണ്ട്. അരമണിക്കൂർ പോയാലാണ് ഇനിയിപ്പോൾ നമ്മൾ പള്ളിയിലെത്താം. അപ്പം നമ്മളെന്തായാലും പള്ളിയിലോട്ട് പോകാം. പള്ളിയില് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, തിരുവനന്തപുരം സിറ്റിയിലാണ്. ഞാനൊരു വീഡിയോ എടുക്കാൻ പോണു, ലോങ് വീഡിയോ. സമരപ്പന്തലുകളൊക്കെ ഇനി കാണുന്നില്ലേ, സമരപ്പന്തലുകളാണ്. നമ്മളിപ്പോ സെക്രട്ടേറിയറ്റ് കണ്ടില്ലേ, തോക്കൊക്കെ പിടിച്ചത് ആള് നിൽക്കുന്ന അവിടെ, തോക്കൊക്കെ പിടിച്ചവിടെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ, സെക്യൂരിറ്റി കണ്ടില്ലേ തോക്ക് പിടിച്ചിരിക്കുന്നത്. ഇതാ സെക്രട്ടേറിയറ്റ്, ഇതാണ് സെക്രട്ടേറിയറ്റ്. യെസ്, ഇവിടെയാണ് നമ്മളുടെ മുഖ്യമന്ത്രിയൊക്കെ ഉള്ളത്. സൗത്ത്, യെസ്, സ്പെഷ്യൽ സെക്യൂരിറ്റി സോൺ, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്. നോക്കി അതിൻ്റെ ഉള്ളിലൊരു മരം നോക്കിയേ, എന്ത് വലിയ മരമാണ് അടിയിൽ. ഒരുപാട് വണ്ടികളുണ്ട്. ബ്ലോക്ക് സൗത്ത് സാൻഡ്വിച്ച് ബ്ലോക്ക് അല്ല, ഫുൾ നോ എൻട്രി ആണ്. അങ്ങനെ ഒരുപാട് ഇലക്ട്രിക് ബസ്സുകൾ എടുക്കുന്നുണ്ടല്ലേ, അതേ കിടന്നു. ആ പമ്പിന്റെ അപ്പുറത്തേ കിടക്കുന്നു. ഭയങ്കര ട്രാഫിക് ആണ്. ട്രാഫിക് ഭയങ്കര 1 2 3 4 5 6 കാഴ്ചയും കണ്ട് കിടക്കും. പാട്ട് പാടുന്നുണ്ട്. ഹാനി പാട്ട് പാടും, ഹാനി ഫ്രണ്ടിലാണ്. അഭിമാനം അനന്തപുരി. സൂപ്പർ സൂപ്പർ പാട്ട് കൊള്ളാം, സൂപ്പർ. അങ്ങനെ നമ്മള് പള്ളിയിലോട്ട് കേറി കണ്ടില്ലേ, ഇതാ എൻട്രൻസ്. ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഡ്രസ്സും ഈ പള്ളിയുടെ ഇതും തമ്മിൽ നല്ല മാച്ച് ഉണ്ടെന്ന് കണ്ടില്ലേ നമ്മള്. അതെ അതെ, നല്ല അടിപൊളി ഡിസൈൻ. അതെ 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 അതെ, സനു ഡിസൈൻ. നമ്മളങ്ങനെ വന്ന് ഇവിടെ പാർക്ക് ചെയ്തു. ആ ഗേറ്റ് വഴിയാണ് നമ്മൾ കടന്നു വന്നത്. പള്ളിയുടെ ഫ്രണ്ട്. ഓക്കെ, നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം പള്ളിയിലേക്ക് പോവാം. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു എല്ലാവരും ഇറങ്ങണ്ടില്ലേ. ഞങ്ങൾ ഈ ഗേറ്റ് വഴി വീണ്ടും കയറി പള്ളിയുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തപ്പോൾ അതെ 3
കണ്ടുപിടിച്ചാണ്ട് വാപ്പാടെ ക്ലാസ് കണ്ടുപിടിച്ചാണ്ട വാപ്പയും വാപ്പാടെ ക്ലാസ് കണ്ടുപിടിച്ചു. ഇതാണ് പള്ളി. ഭയങ്കര വലുത. ഇത് വാപ്പതേ ഉള്ളില് കയറണേ. ഇവിടെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ വരെ ബാക്കിയൊക്കെ ഓതിയതിനു ശേഷം നേർച്ച ഉണ്ടെങ്കിൽ നടത്താം. ബാക്കികളൊക്കെ ഓതിയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഭീമാപ്പള്ളിയിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ബേബിനെ യാറമൂടാനുള്ള നെയ്യത്തിൻ്റെയായിരുന്നു, അതുകൊണ്ടാണ് ഭീമാപ്പള്ളിയിൽ തന്നെ വന്നത്. പക്ഷെ അവളവിടെ എത്തിയിട്ട് ഫുള്ള് ഓട്ടമായിരുന്നു, അവിടെ എല്ലായിടത്തും ഓടി നടക്കുകയായിരുന്നു. ഇരിക്കാൻ പറയണു ബേബി, ഇവിടെ ഇരിക്കാൻ പറയണു. എന്നെ ഇവിടെ ഇരുത്തി ഫുള്ളായിട്ട്. നമ്മൾ പള്ളിയിലുള്ള ഇതുകളെല്ലാം കഴിഞ്ഞു, സിയാറത്ത് കഴിഞ്ഞ് അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ സ്ത്രീകളെല്ലാം അപ്പുറത്തെ സൈഡിലായിരുന്നു. നമ്മൾ ആണുങ്ങൾ ചാലൊന്നും പള്ളിയിൽ കയറിയിട്ട് തന്നെ ഇല്ല. അവരൊക്കെ അവിടെ കുറേ ടോയ്സിൻ്റെ ഷോപ്പുകളുണ്ട്, അവിടെ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം എന്താക്കി, ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി. അവരിപ്പോഴും പള്ളിയിൽ കയറിയിട്ടില്ല, അവരിപ്പോഴും ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അവിടെ ഷോപ്പുകളൊക്കെ കാണിച്ചു കൊടുത്ത് അതേ കാണുന്നു ഷോപ്പുകൾ കണ്ടില്ലേ, ഫുൾ അവിടുന്ന് ഒരേ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള തിരക്കിലാണ് അവർ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഓ ബേബി ഹാപ്പി ആയി. അവിടെ എന്തോ കാണിക്കുന്നുണ്ട് ടോയ്സ്. അപ്പോൾ ഓക്കെ, പ്രാവിന് മക്കളെ കൈ കൊണ്ട് മേടിച്ചിട്ട് കൊടുക്കണം. എത്രയാണ് ഇതിന്? 50 റുപ്യ ഉള്ളു. ഒരു അരിയൊരു ഗോതമ്പ് മേടിച്ചിട്ട് കൊടുക്കുക. മോൻ്റെ കൈ കൊണ്ട് എടുത്തിട്ട് കൊടുക്കുക. മോൻ്റെ മോളെ കൈ കൊണ്ട് എടുത്തിട്ട് കൊടുക്കുക. ആദ്യം അരി ഇങ്ങനത്തെ
മാവൻ തുറന്നു ഇതാ. ആ 50 രൂപ അരിക്ക് 50 രൂപ ഗോതമ്പ്. അരി. അരി തന്നാൽ മതി. 2 അരി മതിയാ? 2 അരി മതിയാ? അല്ല, ഒരു ഇത് മതി. ഒരെണ്ണം മതിയാ? ഇത് താൻ്റെ കയ്യിലിടുന്ന എൻ്റെ ഒരു കൈ ഓ പാക്കറ്റ്. പാക്കറ്റ്. ഇപ്പൊ വാപ്പതേ പക്ഷികൾക്ക് ഇത് കൊടുക്കാൻ പോകും. മറന്ന് 6 പക്ഷികൾക്ക് കൊടുക്കും. ഇതിപ്പോ വാപ്പ കൊടുക്കാൻ പോകണം. അതേ അവർ കഴിക്കണ്. ഓ നോക്കിയ അവരെല്ലാവരും കഴിക്കട്ടെ. ഡോ നോക്കിയേ ആട് ആ പാക്കറ്റിൽ നിന്ന് തന്നെ എത്ര പക്ഷികളാ വന്ന നോക്കിയേ. ഓ ഓ ഇവിടെ ഇത്രക്കും പക്ഷികള്. ഇതേ നോക്കി ഒരു വൈറ്റ് പക്ഷി കാരണം ഉണ്ടോന്ന് അറിയൂല. പേടിച്ചു. ഇതെന്താ അതമ്മ വാപ്പ വാപ്പ വെൽത്തിനെ നോക്കിയേ. അതെന്തിനാ അങ്ങനത്തെ സൗണ്ട്? കഴിഞ്ഞു. എല്ലാ പക്ഷികളതെ പള്ളിയുടെ മേലേറി. എത്ര പക്ഷികളാവിടെ. മാടുകൾ അയക്കണുണ്ട്. പക്ഷികൾ ഇനിയും വന്നു. നന്നായി പക്ഷികളൊക്കെ വരണേ. ഓ പക്ഷികള് വാപ്പ ആടില്ല സൗണ്ട് ഉണ്ടാക്കിച്ചുള്ളൂ. അപ്പൊ തന്നെ ഇല്ല അവർ നേരേക്ക് വന്നു. ദേതാന അങ്ങോട്ടേക്ക് പറഞ്ഞു. അപ്പൊ അതിനെ കൂടിക്കാൻ പോണ്. ഓ എല്ലാവരും പോയി പോ കണ്ട ഉടുപ്പ് വേണ്ട. പശുവിനെ അല്ല ആടിനെ ഓടിക്കാൻ പറ്റില്ല. ഇത് വീണ്ടും തിരിച്ചു വന്നു. ഇതാണ് എല്ലാ പ്രാവുകളുടെ വീട്. സൂപ്പർ വീട്.
പള്ളിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോവാണ്. അതിനുശേഷം വണ്ടി കയറിയപ്പോൾ നല്ല ചൂട് എന്ന് പറയാം, നല്ല ചൂട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ തിരിക്കുകയാണ്. ഭയങ്കര ചൂട് വണ്ടി കയറിയപ്പോൾ. വണ്ടി നല്ല വെയിലത്താണ് കിടന്നിരുന്നത്.